രാഹുൽ, ഈശ്വർ, ഇതൊരു നിയമപ്രശ്നം മാത്രമാണോ ശ്രീ രാഹുൽ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം പറയാം രാഹുൽ. എന്തായാലും വേടന് അനുകൂലമായി കോടതി വന്നതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. വേടന്റെ രാഷ്ട്രീയത്തിന്റെ നേരെ എതിര് നിൽക്കുന്ന അല്ലെങ്കിൽ വിപരീത ദിശയിൽ നിൽക്കുന്ന രാഷ്ട്രീയമാണ് എനിക്കുള്ളത്. പക്ഷെ വേടൻ എന്ന വളരെ പ്രതിഭയുള്ള ആ കലാകാരനെ ഇഷ്ടമാണ്, ബഹുമാനമാണ്, വളരെ ശക്തിയുള്ള വരികളാണ്. ആദ്യം തന്നെ പല ചാനൽ ചർച്ചയിലും പങ്കെടുക്കുവാൻ ഞാൻ പറയുകയുണ്ടായി. വേടൻ അടക്കം പ്രത്യേകിച്ച് ഡ്രഗ്സിന്റെ കാര്യത്തിൽ നേരത്തെ തമ്പി സാറ് പറഞ്ഞതുപോലെ ഒരു ചെറിയ ഗ്രാം പൊസിഷൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വേടൻ തന്നെ ക്ഷമ പറഞ്ഞു, ചേട്ടന് തെറ്റുപറ്റി എന്ന് പറഞ്ഞു. വളരെ സ്വാഗതാർഹമാണ്. വേടന് ഇത് കാരണം അവസരങ്ങൾ ഇല്ലാതാകുകയോ വേടന്റെ കരിയറിനോ വേടന്റെ പാട്ടിനോ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുകയോ ചെയ്യരുത്. വേടൻ അതിശക്തമായി തന്നെ മുമ്പോട്ട് വരണം. വ്യക്തിപരമായി വേടനെ എനിക്ക് വളരെ ഇഷ്ടവുമാണ്. വേടൻ പലപ്പോഴും വിശ്വാസിയായ പല അമ്പലങ്ങളിലടക്കം പോകുന്ന ഞാൻ കാണുന്നത് വളരെ സന്തോഷത്തോടെ കണ്ടിട്ടുണ്ട്. വേടൻ എന്നാൽ അതിശക്തമായ രീതിയിൽ പിന്നോക്ക വിഭാഗത്തിന്റെ രാഷ്ട്രീയം ശക്തമായി ഉയർത്തുന്ന വ്യക്തിയാണ്. കറുപ്പിന്റെ രാഷ്ട്രീയം പറയുന്ന വ്യക്തിയാണ്. അംബേദ്കർജിയെ കുറിച്ച് മഹാനായ അംബേദ്കർജിയെ കുറിച്ച് മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ അംബേദ്കറിന്റെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണ്. അപ്പം വേടൻ നമ്മുടെ പിന്നോക്ക ജനതയുടെ ചരിത്രത്തിൽ പലപ്പോഴും അരികു ചേർക്കപ്പെട്ടവരുടെ ഒരു ശബ്ദമാണ്. ആ ശബ്ദമായതുകൊണ്ട് നേരത്തെ ധന്യാജി പറഞ്ഞതുപോലെ തെറ്റെന്തെങ്കിലും ചെയ്താൽ നിയമം ശിക്ഷിക്കേണ്ടെന്നല്ല, പക്ഷെ ഇത്തരം കേസുകളിൽ ജാഗ്രത, ബോധവൽക്കരണം, താക്കീത് പോലുള്ള കാര്യങ്ങളാണ്. ഞങ്ങളുടെ എല്ലാം വീട്ടിൽ ഈ ആനവാൽ മോതിരം അല്ലെങ്കിൽ ഈ പുലിപ്പല്ല് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പല ആൾക്കാരും തരികയോ മറ്റുമൊക്കെ ചെയ്യാറുണ്ട്. ഇതൊന്നും ഒരു വലിയ ക്രൈം അല്ല. ഇതൊക്കെ ഒരു പക്ഷേ ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. ഇവരൊക്കെ സെലിബ്രിറ്റികളാണല്ലോ. വേടൻ ഒരു ബിഗ് സെലിബ്രിറ്റിയാണ്, എസ്പെഷ്യലി ഒരു യൂത്ത് ഇൻഫ്ലുവൻസറാണ്. അങ്ങനെ ആരെങ്കിലും കൊടുത്തതായിരിക്കാം. രണ്ട്, നമ്മൾ ഈ വിഷയത്തെ ശ്രീ മോഹൻലാലിന്റെയോ അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപിയുടെയോ എല്ലാമായി അല്ലെങ്കിൽ ശ്രീ മുകേഷ് നായരുടെയോ എല്ലാമായി കൂട്ടിക്കെട്ടേണ്ട കാര്യം ഉണ്ടോ എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. വേടനെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ 99% ധന്യാജിയൊക്കെ അതിൽ അഭിമാനിക്കേണ്ടതാണ്. വേടന്റെ നിലപാടിനോടാണ് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഭേദമന്യേ ആൾക്കാർ യോജിച്ചതും വേടനെ പിന്തുണച്ചതും. നമ്മൾ ഇതിലൊരു നായർ വേഴ്സസ് ദളിത് അല്ലെങ്കിൽ പിന്നോക്ക വേഴ്സസ് മുന്നോക്ക എന്നുള്ളൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. വേടനെയാണ് ബഹുഭൂരിപക്ഷം മുന്നോക്ക സമുദായത്തിലെ ആൾക്കാരും സപ്പോർട്ട് ചെയ്തത്. ഇപ്പം വേടൻ വേട്ടയാടപ്പെടരുത് എന്നത് കേരളത്തിന്റെ ബോധ്യമാണ്. അത് കേരളത്തിന്റെ അഭിമാനവും നമ്മുടെ എന്താ പറയുക പോസിറ്റീവായ നവോത്ഥാനത്തിന്റെയും സാമുദായിക ഐക്യത്തിന്റെയും ഒക്കെ വലിയ ലക്ഷണവുമാണ്. വേടൻ ഒരിക്കലും വേട്ടയാടപ്പെടരുത്. എന്നാൽ കഞ്ചാവ് കേസിലടക്കം തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ പറഞ്ഞ് ശക്തമായി മുമ്പോട്ട് വരണം. വേടൻ, ഷൈൻടോൺ ചാക്കോ, ശ്രീനാഥ് ഭാസി, ഖാലിദ് റഹ്മാൻ അടക്കമുള്ളവരെ പൂർണ്ണ അർത്ഥത്തിൽ തിരിച്ചു കൊണ്ടുവരികയും നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും നിർത്തുകയും ഒരുപാട് അവസരങ്ങൾ നമ്മുടെ കേരളീയ സമൂഹം അവരെ കൊടുത്ത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന വേടനോട് നമുക്ക് ആശയപരമായി സംവദിക്കാം. വേടൻ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് സംവദിക്കാം. എന്നാൽ വേടൻ എന്ന യുവ പ്രതിഭയെ കൂടുതൽ ചേർത്ത് നിർത്തുകയാണ് ചെയ്യേണ്ടത്. വേടന്റെ ഏതൊക്കെയോ പരിപാടി ഗവൺമെന്റ് ക്യാൻസൽ ചെയ്തു തുടങ്ങിയ വാർത്തകൾ മിനിഞ്ഞാന്നൊക്കെ കേൾക്കുകയുണ്ടായി. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പാടില്ല. വേടൻ ഇനിയും നമ്മുടെ മിനിസ്ട്രിയുടെ ഇതിലാണെന്ന് തോന്നുന്നു, കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം. വേടൻ തീക്ഷ്ണമായി എഴുതണം. ആ തീക്ഷ്ണമായ കാര്യങ്ങളോട് നമുക്ക് സംവദിക്കാം. പക്ഷേ വേടനെ ഇന്ന് കേരളവും കോടതിയും ഒരേപോലെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് വേടന്റെയും കേരളത്തിന്റെ പൊതു മനസ്സിന്റെ നന്മയാണ് എന്നുകൂടി നമ്മൾ കാണണം. അപ്പൊ നമ്മൾ ഇതിനിടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പം ആ വേടനോടൊപ്പം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സ്. അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല. വേടനോട് പൂർണ്ണമായി ഐക്യദാർഢ്യപ്പെടും.